നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട്ട് നീരാട്ടുകുഴി റോഡിനോട് ചേർന്നുള്ള കൈത്തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. വെള്ളിക്കുളം വലിയ തോട്ടിലേക്ക് ഒഴുകുന്ന കൈത്തോട്ടിലാണ് സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. വീടുകൾക്ക് സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിൽ കക്കൂസ് മാലിന്യം കെട്ടിക്കിടക്കുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ദുർഗന്ധം മൂലം മൂക്കുപൊത്തി കഴിയേണ്ട ഗതികേടിലാണെന്നും ഭക്ഷണം കഴിക്കാനാവുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വിവരമറിയിച്ചതായി സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പുതിയ സർക്കാർ അധികാരത്തിൽ വരാത്തതിനാൽ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ SSLC ഫലപ്രഖ്യാപനം. കഴിഞ്ഞ LDF സർക്കാർ നിശ്ചയിച്ച പ്രകാരം പരീക്ഷാ മൂല്യനിർണ്ണയം പൂർത്തിയായെങ്കിലും മുഖ്യമന്ത്രി പ്രഖ്യാപനവും സർക്കാർ രൂപീകരണവും അനിശ്ചിതത്വത്തിലായതാണ് ഫലം വൈകാൻ കാരണം. 15-ന് ഫലപ്രഖ്യാപനം നടത്തുമെന്ന് V. ശിവൻകുട്ടി അറിയിച്ചിരുന്നു. അതുപ്രകാരമുള്ള നടപടികൾ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് പൂർത്തിയാകും. ബുധനാഴ്ച പരീക്ഷാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലം പ്രഖ്യാപിക്കുക. എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കാനും പുതിയ വിദ്യാഭ്യാസ മന്ത്രി ചുമതലയേൽക്കുമ്പോൾ ഫലപ്രഖ്യാപനം നടത്താനുമാണ് ഉദ്യോഗസ്ഥതല തീരുമാനം. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത ശേഷം മന്ത്രിമാരെ നിശ്ചയിക്കാൻ എത്ര നാൾ കാത്തിരിക്കണമെന്ന് അറിയില്ല. മെയ് ആദ്യവാരമാണ് എല്ലാ വർഷവും SSLC ഫലപ്രഖ്യാപനം. ഫലം വൈകുന്നത് +1 പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന CBSE, ICSE വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കും. സ്കൂൾ തുറക്കും മുൻപ് പുസ്തക വിതരണം പൂർത്തിയാക്കുന്ന നടപടികൾ കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചുവെങ്കിലും ഇക്കുറി പുസ്തക അച്ചടി പൂർത്തിയാക്കാത്ത സ്ഥിതിയുണ്ട്. കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞത് അധ്യാപകരുടെ അവധിക്കാല പരിശീലനത്തെയും ബാധിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അരുമകളായ പശുക്കൾ തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലെത്തി. ഇനി ഈ പശുക്കൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഫാമിലെ VVIPകളായി കഴിയും. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലുണ്ടായിരുന്ന 7 പശുക്കളെയും തൃശൂർ പുത്തൂരിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലെ ഫാമിലേക്കാണ് മാറ്റിയത്. KLBDയാണ് ക്ലിഫ് ഹൗസിലേക്ക് പശുക്കളെ നൽകിയത്. തിരികെ നൽകാൻ ക്ലിഫ് ഹൗസിൽ പശുക്കളുടെ ചുമതലയുള്ളവർ സന്നദ്ധത അറിയിച്ചതോടെയാണ് KLDB ജീവനക്കാരെത്തി ഇവയെ കൊണ്ടുപോയത്. വെച്ചൂർ, ജേഴ്സി, ഹോൾസ്റ്റീൻ സംഘര ഇനത്തിൽപ്പെട്ടവയാണ് പശുക്കൾ. ക്ലിഫ് ഹൗസിൽ 42.50 ലക്ഷം രൂപ ചെലവഴിച്ച് തൊഴുത്ത് നിർമ്മിച്ചത് വിവാദമായിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധന. ഒരു പവൻ സ്വർണത്തിന് 400 രൂപയും ഗ്രാമിന് 50 രൂപയുമാണ് കൂടിയത്. ഒരു പവന് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് സ്വർണ്ണവില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ചൊവ്വാഴ്ച സ്വർണ്ണ വ്യാപാരം നടന്നത്. ഒരു പവന് 1,12,520 രൂപയായിരുന്നു തിങ്കളാഴ്ചത്തെ നിരക്ക്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസമുണ്ടായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞു മുതൽ വില വീണ്ടും തിരികെ കയറുകയായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,115 രൂപയും പവന് 1,12,920 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.